കേരളത്തിലെ ഏറ്റവും വലിയ ശാപം എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിന് വളരെ മഹത്തരമായ ഒരു സംസ്ഥാനം എന്ന് പറയുമെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് വളരെ പരിഭവമുള്ള ആളാണ്. രാഷ്ട്രീയ പ്രഭുത്വതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം, വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം, ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും നമുക്ക് ദാരുണമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് ഇന്ത്യയിൽ ഇത്രയും ആത്മഹത്യ ചെയ്യുന്ന ജനതയുള്ള ഒരു സംസ്ഥാനമില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ. മൃഗങ്ങൾക്കുള്ള ബോധം പോലും ഇല്ലാത്ത ജനത എന്നാണ് ഞാൻ പറയുക. മൃഗങ്ങൾക്ക് ബോധമില്ലാത്ത. മെയ് മാസം 15 തീയതി വരുമ്പോൾ പേടിയാണ്. നമുക്ക് SLC റിസൾട്ട് വരും, 3-4 കുട്ടികൾ ആത്മഹത്യ ചെയ്യും. പേടിയാണ് റിസൾട്ട് വരരുതെന്ന്. ഒരു പരീക്ഷ തോക്കുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ളതാണോ ജീവിതം? മൃഗങ്ങൾക്കുള്ള ബോധം വേണ്ടേ? ഒരു മുയൽ ഓടി, പിന്നീട് ഒരു പുലി ഓടിച്ചു, കിട്ടിയില്ലെങ്കിൽ പുലി എന്ത് ചെയ്യും? രണ്ടാമത് ഓടിക്കും. കിട്ടിയില്ലെങ്കിൽ പുലി മൂന്നാമത് ഓടിക്കും. കിട്ടിയില്ലെങ്കിൽ പുലി നാലാമത് ഓടിക്കും. കിട്ടിയില്ലെങ്കിൽ പുലി അഞ്ചാമത് ഓടിക്കും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പുലി 6ാമത് ഓടിക്കും. ഇന്ന് വരെ ഒരു പുലിയും ഫാനിൽ കയറി കെട്ടി തൂങ്ങി മരിച്ചിട്ടില്ല. മലയാളി മരിക്കും. ആത്മഹത്യ ചെയ്യാനുള്ളതാണ് ജീവിതം. ജീവിതം പൊരുതാനുള്ളതല്ലേ? ലോകത്തെ വലിയ വലിയ ആളുകൾ നമ്മളിൽ 3 വയസ്സിൽ പോളിയോ ബാധിച്ച പെൺകുട്ടീനെ അമ്മ കയ്യിൽ പൊക്കിക്കൊണ്ടുപോയി ഡോക്ടറോട് ചോദിക്കാണ്, എന്റെ മകൾ പോളിയോ ബാധിച്ച് തളർന്നുപോയി, അവളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് നോക്കുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ്, ഈ കുട്ടി ഒരിക്കലും നടക്കില്ലെന്ന്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട കുട്ടി 9ാമത്തെ വയസ്സിൽ അമ്മയോട് പറയുന്നത്, എനിക്ക് നടക്കണം, കോല് വെട്ടിത്താ എന്ന്. അമ്മ പറയാണ്, നടക്കാൻ പറ്റാത്ത നീ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന അമ്മയോട് കോല് വെട്ടിത്താ, നടക്കട്ടെ എന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടിക്ക് കോല് വെട്ടി കൊടുക്കുന്ന അമ്മ കുത്തി താഴെ വീണ് എണീറ്റ് പോകുന്ന കുട്ടി 13ാമത്തെ വയസ്സായപ്പോൾ അമ്മയോട് പറയുന്നു, എനിക്കൊന്ന് ഓടണം, എന്നെ കോട്ടക്കളത്തിൽ കൊണ്ടുപോയി നിർത്ത്. നടക്കാൻ പോലും കഴിയാത്ത നീ എങ്ങനെ ഓടുമെന്ന് ചോദിക്കുന്ന അമ്മയോട് എന്നെ കൊണ്ടുപോയി നിർത്ത് എന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടിനെ ഓട്ടക്കളത്തിൽ കൊണ്ടുപോയി നിർത്തി. അമ്മ ചോദിക്കുകയാണ്, മോളെ, കയ്യിനും കാലിനും സ്വാധീനമുള്ള കുട്ടികളുടെ കൂടെ ഓടുമ്പോൾ നീ പരാജയപ്പെടും, നാണം കേട് സഹിക്കേണ്ടി വരുമെന്ന് പറയുന്ന അമ്മയോട്, അമ്മയെ കാണികളുടെ കൂട്ടത്തിൽ കാത്തിരിക്കുക, ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല, എന്റെ വിജയം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞു വിട്ടിട്ട് ഓടാൻ നിൽക്കുന്ന പെൺകുട്ടി. വയ്ക്കുന്ന ചുവടുകളെല്ലാം വീണ് എണീറ്റ് പോകുന്ന പെൺകുട്ടിയെ കണ്ട് 2000 കൊണികളുടെ കണ്ണീരൊലിപ്പിച്ചിരിക്കുന്ന അമ്മ 100 മീറ്റർ ഓട്ടം കഴിഞ്ഞ് പരാജയത്തെ ചൊവ്വയിഞ്ഞ് വീണെടുക്കുന്ന പെങ്കൊച്ചിനെ പൊക്കിയെടുത്ത് 22 മക്കൾക്ക് മുലപ്പാൽ കൊടുത്ത് മാറിനോട് ചേർത്ത് കിടത്തിക്കൊണ്ട് ആ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് മകളെ ഈ നാണം കേട് സഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ സ്വാധീനം കുറഞ്ഞ് വലത് കൈയെടുത്ത് അമ്മയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ മകൾ പറയുന്നു, അമ്മേ, ഒരിക്കൽ കാത്തിരിക്കണം, ഈ ലോകം മുഴുവനും കാത്തിരിക്കും എന്റെ ഓട്ടം കാണാൻ വേണ്ടി. ഞാൻ അങ്ങനെ ഒരു വലിയ ഓട്ടക്കാരിയാകുമെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വാക്കുകൾ വിടുവാക്കുകളായിരുന്നില്ല. 1960 ഒളിമ്പിക് ചരിത്രം എടുത്ത് പരിശോധിക്കണം. 1960 3 ഗോൾഡ് മെഡൽ, 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്ററിലെ ചരിത്രത്തിൽ ആദ്യമായി 3 ഗോൾഡ് മെഡൽ മേടിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞ പേരും വേൾഡ് റെക്കോർഡ് ഇട്ട പെൺകുട്ടി എന്ന് പറഞ്ഞ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിയായ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച 22 മക്കൾ 20ാമത്തെ മകളായി ജനിച്ചുപോയി 3 വയസ്സിൽ പോളിയോ ബാധിച്ച് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക്, വിൽമ റുഡോൾഫ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കഴിഞ്ഞതിന് കാരണം ഒടുക്കത്ത ചങ്കൂറ്റം. അതിന്റെ ഒരു 5% ഉണ്ടായിരുന്നെങ്കിൽ മലയാളി നീ ആത്മഹത്യയില്ല. ജീവിതം പൊരുതാനുള്ളതാണ്. ജീവിതം ഇങ്ങനെ നേടിക്കൊണ്ടുപോകാനുള്ളതാണ്, അല്ലാണ്ട് തോറ്റു മരിക്കാനുള്ള ജീവിതമല്ല എന്നതാണ് ദൈവം തന്ന ഏറ്റവും നല്ല ജീവിതം. ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ സംഭാവന. അതിനെ കൊണ്ടുപോയിട്ട് എങ്ങനെ എനിക്കറിയാൻ പാടില്ല. ആത്മഹത്യ എന്റെ വീട്ടിൽ പോലും പോകരുത്, പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവിതം അങ്ങനെ പോകേണ്ടവരാണ്. ഈ ലോട്ടറി ടിക്കറ്റ് വരുന്ന 2 കൈയും 2 കാലും ഇല്ലാതെ ഇങ്ങനെ ഊർന്ന് ടയർ കെട്ടി പോകുന്നവൻ, അവന്റെ വിശ്വാസത്തിൽ കുറച്ചെങ്കിലും വേണ്ടേ വിദ്യാഭ്യാസം കിട്ടിയ നമ്മുടെ കുട്ടികൾക്ക്? അതില്ല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഒരു 9-10 മാസമായി എനിക്ക് നിൽക്കാൻ നോക്കും, മറിഞ്ഞു വീഴും. 11ാമത്തെ മാസം ആയത്തെ ചോട് വയ്ക്കും, മറിഞ്ഞു വീഴും. എനിക്കും വീഴും. 10 തവണ എണീറ്റ് വീണപ്പോ കൊച്ചു പറയാണ്, ഛേ, നാണം കേടി, നീ പരിപാടി വേണ്ട. ആ കൊച്ചു നടക്കാൻ പഠിക്കുവോ? ആ കൊച്ചു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താ? എത്ര തവണ വേണമെങ്കിലും വീഴാം. എപ്പോ വരെ? നടക്കുന്നവരെ. ചിലപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നേക്കാം, പക്ഷെ ജയിക്കുന്നവരെ പൊരുതണം.